നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ അത്ഭുതമേശ. മേശയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങളൊക്കെ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ മേശയുണ്ട്, കസേരയുണ്ട്, ഡെസ്ക് ഉണ്ട്, ടി വി ഉണ്ട്, പല ഉപകരണങ്ങളും ഉണ്ട്. അത്ഭുതമേശ കണ്ടിട്ടുണ്ടോ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു അത്ഭുതമേശയുടെ കഥയാണ്. ഇതൊരു സാധാരണ ഒരു നാടോടി കഥ കേട്ടോ. ഒരു രാജ്യത്ത് പണ്ടുണ്ടായ കഥയാണ്. പണ്ട് ഒരു ദേശത്ത് ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. ആ കൃഷിക്കാരന് 3 ആൺമക്കളാണ്. മൂത്ത ആൾ അലക്സ്, രണ്ടാമത്തെ ആൾ എഡ്ഗാർ, മൂന്നാമത്തെ ആൾ കൊച്ചുമോൻ ഓട്ടോ. ഇവർ 3 പേരും വളർന്ന് വലുതായി യുവാക്കന്മാരായി കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്കും കൂടിയിട്ട് കൃഷി സ്ഥലങ്ങളൊക്കെ നോക്കാൻ പറ്റും, കന്നുകാലികളെയൊക്കെ നോക്കാൻ പറ്റും. തങ്ങൾക്ക് ആടുമാടുകളുണ്ട്, കൃഷി സ്ഥലങ്ങളുണ്ട്, ഇതെല്ലാം മറ്റ് ജോലിക്കാരെ വെച്ചിട്ട് അവർക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇവർക്ക് തോന്നി, മൂത്ത മകന് തോന്നി, ഇവർ കുട്ടികളൊക്കെ ആലോചിച്ചു. അപ്പോൾ അലക്സ് പറഞ്ഞു, നമ്മളെ എത്ര നാളാടാ ഈ അച്ഛൻ്റെ ജോലി ചെയ്തുകൊണ്ട് അച്ഛനെ ആശ്രയിച്ച് ജീവിക്കണേ, നമുക്കൊക്കെ പ്രായപൂർത്തിയായില്ലേ, നമ്മളൊക്കെ വളർന്നു വലുതായില്ലേ, അധ്വാനിക്കാനുള്ള പ്രാപ്തിയായില്ലേ, നമുക്കൊക്കെ പുറത്തു പോയി അധ്വാനിച്ച് ജോലി ചെയ്ത് കാശുണ്ടാക്കിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് അച്ഛനെ സഹായിക്കണം, അച്ഛന് പണം കൊടുക്കേണ്ടവർ കൊടുക്കണം എന്നാണ്. അപ്പോൾ അലക്സ് പറഞ്ഞു, ഞാൻ അച്ഛനോട് പറയാൻ പോവാം. അപ്പോൾ രണ്ടാമത്തെ ആൾ എഡ്ഗാറും ഞാനും അങ്ങനെ ആലോചിക്കുന്നുണ്ട്, എനിക്കിത് തോന്നായികയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചുമോൻ ഓട്ടോ പറഞ്ഞു, നിങ്ങൾ രണ്ടാളും പോകാൻ പിന്നെ എനിക്ക് പോയി പണിയെടുക്കാൻ പാടില്ലേ, നല്ല കാര്യം, എനിക്ക് സ്വന്തമായിട്ട് സമ്പാദിച്ചൂടെ എന്ന് അവനും ഇങ്ങനെ പറഞ്ഞു. ഇവർ 3 പേരും കൂടി അച്ഛൻ്റെ അടുത്ത്, അച്ഛാ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടോ. എന്ത് കാര്യമാടാ? ഞാൻ ഈ വീട് വിട്ട് പോവുക. അലക്സ പറഞ്ഞത്, ഞാൻ ഈ വീട് വിട്ട് പോവുകയാണ്. ഞാൻ വേറെ ജോലി തേടിപ്പോയി ജോലി ചെയ്ത് അല്പം പണമൊക്കെ സമ്പാദിച്ചിട്ട് 1 വർഷം കഴിയുമ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാം. അങ്ങനെ ആയിക്കോ, നീ പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ എഡ്ഗാർ പറഞ്ഞു, അച്ഛാ എനിക്കുണ്ട് അങ്ങനെ ഒരു മോഹം, ഞാനും കൂടി പൊക്കോട്ടെ അലക്സിൻ്റെ കൂടെ, ചേട്ടൻ്റെ കൂടെ എന്ന് പറഞ്ഞു. നിനക്ക് പോകണമെങ്കിൽ നീ പോയിക്കോ എന്ന് അച്ഛൻ ചോദിച്ചു. അപ്പോൾ ഓട്ടോ പറഞ്ഞു, ഇവർ 2 പേരും പോയിട്ട് പിന്നെ ഞാൻ തന്നെ ഇവിടെ നിൽക്കാനോ പറ്റില്ല, ഞാൻ അവരുടെ കൂടെ പോവാം, എനിക്ക് തന്നെ ജോലി എടുത്ത് സമ്മതിക്കണം. നീയും പോയിക്കോ, അതിനിപ്പോൾ എന്താ എന്ന് പറഞ്ഞു. ഇവർ 3 പേരും കൂടി പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു പല സ്ഥലത്തേക്കും ജോലിക്കൊക്കെ തിരിഞ്ഞ് പോയി. മൂത്ത മകൻ്റെ കാര്യം പറയാം. അലക്സ് ചെന്ന് പെട്ടത് ഒരു മരപ്പണിക്കാരൻ്റെ അടുത്താണ്. ആ മരപ്പണിക്കാരനാണെങ്കിൽ നല്ല അത്ഭുതസിദ്ധിയുള്ള നല്ലൊരു ഗുരുവരനാണ്. 1 കൊല്ലക്കാലം അവിടെ നിന്ന് ജോലി ചെയ്തിട്ട് ഒരു ശമ്പളം ഈ കുട്ടിക്ക് കൊടുത്തില്ലെന്നേ. അലക്സിന് ശമ്പളമൊന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല, ജോലികളൊക്കെ പഠിപ്പിച്ചു കേട്ടോ, മരപ്പണി പഠിപ്പിച്ചു. അങ്ങനെ പഠിച്ചിട്ട് 1 കൊല്ലാവാറായപ്പോൾ ഒരു ദിവസം ഗുരുവിനോട് അലക്സ് പറഞ്ഞു, ഗുരു, ഞാൻ ഒന്ന് വീട്ടിലേക്ക് പോവുകയാണ്, പ്രായമായിരിക്കുന്ന അച്ഛനും അമ്മയല്ലേ, ഞാനൊന്ന് അവരെ പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞു. നല്ല കാര്യമാണ്, അലക്സ് പോയിട്ട് വരും, ഞാൻ അലക്സിനൊരു സമ്മാനം തരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേവരെ പൈസ ശമ്പളം കിട്ടിയിട്ടില്ല കേട്ടോ, പോട്ടെ, പോകുമ്പോൾ തന്നെങ്കിലും കുറച്ച് കാശ് അച്ഛനും അമ്മയ്ക്കും കൊടുക്കുമെന്ന് പറഞ്ഞാൽ തരുമെന്ന് വിചാരിച്ചു. പണ്ടടാ കാശൊന്നും ഇല്ലയെന്ന് മാത്രമല്ല ഒരു സമ്മാനം തരാത്ര. പോട്ടെ, സമ്മാനം എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഞാൻ വേഗം ഒരു വട്ടത്തിലുള്ളൊരു മേശ കൊണ്ടുവന്നു. ഈ മേശയെ ഞാൻ നിനക്ക് സമ്മാനമായിട്ട് തരണേ എന്ന്. മേശ ഒരു സമ്മാനമോ? ഇതെന്താ അത്? അയ്യോ, ഇതാണോ എനിക്ക് തരുന്ന സമ്മാനം? അതെ, നീ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരം മേശയൊന്നുമല്ല. മേശയ്ക്ക് ചില പ്രത്യേകതയുണ്ട്. എന്താണാവോ പ്രത്യേകത? നീ ഒരു കാര്യം ചെയ്താൽ മതി, നിനക്ക് ആഹാരത്തിനോ മറ്റ് എന്തെങ്കിലും കാര്യത്തിനായിട്ട്, ഇതൊരു സാധാരണ മേശയല്ല, നീ ഒരു കാര്യം ചെയ്യണം, ഭക്ഷണം വേണ്ടപ്പോൾ മേശയിൽ തട്ടിയിട്ട് നീ ഒരു പാട്ട് പാടണം. ഞാൻ പറഞ്ഞു വരുന്ന 2 വരി പാട്ടുകൾ നീ പാടണം. അത്ഭുതമേശയെ മുന്നിൽ നിരത്തൂ എന്നാണ് പാടേണ്ടത്. അത്ഭുതമേശയെ മുന്നിൽ നിരത്തൂ, എന്ത് അതിരുചികരമാം ആഹാരം, അത്ഭുതമേശയെ മുന്നിൽ നിരത്തു, അതിരുചികരമാം ആഹാരം എന്നങ്ങനെ നീ പാട്ട് പാടിയാണ്ടല്ലോ. ഒരു തട്ട് മേശമ കൊടുക്കണം, എന്നിട്ട് ഈ പാട്ട് പാടി കഴിഞ്ഞിട്ട് ഒന്ന് നോക്കുന്നയ്യേ, അപ്പം കാണാം നിനക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ മേശപ്പുറത്ത് വന്ന് നിരക്ക്. സത്യമാണോ ഗുരു? ഇത് സത്യമാണ്, അതാണ് ഞാൻ നിനക്ക് തരുന്ന സമ്മാനം, ഈ അത്ഭുതമേശ. ശരി, അലക്സ് അത്ഭുതമേശയും കൊണ്ട് അങ്ങോട്ട് വീട്ടിലേക്ക് പോയി. കാലത്ത് അങ്ങനെ കുറച്ച് നേരം പോയി. ഉച്ചയായി കഴിഞ്ഞപ്പോൾ
വിശപ്പൊന്നുമില്ല, എന്നാലും ഉള്ളിലൊരാഗ്രഹം. ഗുരു പറഞ്ഞത് ശരിയാണോ? ഇത് അത്ഭുതമേശ തന്നെയാണോ? പറഞ്ഞ പോലെ പാട്ടൊക്കെ പാടി ആഹാരം വരുമോ എന്ന് പരീക്ഷിച്ചറിയാം എന്ന് വിചാരിച്ച് ഒതുക്കത്തിൽ ആരും കാണാണ്ട് ഒരു കാടിൻ്റെ നടുവിൽ ഒരു ഭാഗത്തായിട്ടൊരു കാട് കടന്ന് പോയിട്ട് വേണം കേട്ടോ വീട്ടിൽ പോകാൻ. അവിടെ എത്തിയപ്പോൾ പറഞ്ഞു, മേശയിൽ ഒരു തട്ടങ്ങോട്ട് തട്ടി, ഒറ്റ തട്ട് തട്ടിയിട്ട് പറഞ്ഞു, നല്ലൊരു തട്ടങ്ങോട്ട് തട്ടി. എന്നിട്ട് പറഞ്ഞു, അത്ഭുതമേശേ തന്നാലും അതിരുചികരമാം ആഹാരം. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു മന്ദമാരുതൻ വെച്ചാൽ ഇളങ്കാറ്റ്, നല്ലൊരു ഇളങ്കാറ്റ് വീശണ കണ്ടു. ആ ഇളങ്കാറ്റിലൂടെ നല്ലതായ ഭക്ഷണത്തിൻ്റെ രുചികരമായൊരു സുഗന്ധം. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും ദാ വരണു ഓരോ പാത്രങ്ങൾ നിരന്ന് മേശപ്പുറം നിറച്ച് ചെറിയ പാത്രങ്ങൾ. ഓരോരോ പാത്രത്തിൽ എല്ലാവിധ വിഭവങ്ങളും, നല്ല സുഖമായ ചോറ്, പിന്നെയോ സാമ്പാർ, കാളൻ, ഓലൻ, എരിശ്ശേരി, അവിയൽ, പപ്പടം കാച്ചിയത്, വറുത്തിട്ടത്, നാരങ്ങാക്കറി, ഇഞ്ചിക്കറി, പുളിയിഞ്ചി കാര്യങ്ങളായ വിഭവങ്ങൾ. ഇതൊന്നും കൂടാണ്ട് ചെറുവറുത്തുപ്പേരികൾ 4 കൂട്ടം, കായ വറുത്തതും ശർക്കര വരട്ടിയും ചേന വറുത്തതും പയറ് വറുത്തതും. ഇതൊന്നും കൂടാണ്ട് ഒരു ചെറുപഴവും. പോരെ വിഭവങ്ങൾ. ആദ്യം ഇയാൾ സുഖമായിട്ട് ഊണ് കഴിച്ചു കിട്ടും, പറയാതെ വയ്യ. അലക്സ ഭംഗിയായിട്ട് ഭക്ഷണം അങ്ങോട്ട് കഴിച്ചു. ഉഗ്രൻ സമ്മാനം. ഗുരുവിനോട് അപ്പം തന്നെ നന്ദി പറഞ്ഞു. ഭക്ഷണം വേണ്ടപ്പോൾ ഇതുപോലെ ഉഗ്രൻ സമ്മാനം, നല്ല ഭക്ഷണമാണ് എനിക്ക് ലഭിച്ചത് എന്ന് കരുതി ഭക്ഷണം കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പക്ഷേ എനിക്ക് ഇത് മുഴുവനൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ, ഭക്ഷണം കളയാനും പാടില്ല, എന്തൊരു വഴി വേണ്ടു. ആ ഭക്ഷണം കളയേണ്ടി വന്നില്ല. അപ്പോഴത്തേക്കും ആ ഭക്ഷണത്തിൻ്റെ ഒരു രുചി ഗന്ധം ഒക്കെ അനുസരിച്ച് ഒരുപാട് മൃഗങ്ങളൊക്കെ ചുറ്റും വന്നു. മൃഗങ്ങളെ കാടല്ലേ, കാട്ടിലെ മാനുണ്ട്, മയിലുണ്ട്, കിളികളുണ്ട്, അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന മുയൽ, അങ്ങനെയൊക്കെയുള്ള അണ്ണാൻ, പല ജാതി മൃഗങ്ങൾ വന്നു. ഉടൻ തന്നെ ഈ ഭക്ഷണമൊക്കെ അങ്ങോട്ട് താഴേക്ക് വെച്ച് വിളമ്പി കൊടുത്ത് മേശയൊക്കെ തുടച്ച് വൃത്തിയാക്കി. നല്ല മേശ. ഗുരുവിനോട് ഒന്നും കൂടെ നന്ദി പറഞ്ഞു. അത്ഭുത സമ്മാനം തന്നെ ഗുരു, അത്ഭുതമേശ തന്നെ എനിക്ക് തന്നതാണ്, വളരെ നന്ദിയുണ്ട് കേട്ടോ എന്ന് മനസ്സാൽ ഇതും പറഞ്ഞിങ്ങനെ നടന്നു പോയി സന്ധ്യയായി. ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടില്ല, ഇനിയും നടക്കണം, പിറ്റേ ദിവസം നടക്കണം, എന്നാലേക്കേ എത്തുള്ളൂ. അപ്പോൾ ഒരു സത്രം കണ്ടു. ആ സത്രം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ താമസവും ഭക്ഷണവും ഒരുമിച്ച് കിട്ടുന്ന സ്ഥലത്തിനാണ് സത്രം പറയാം. അവിടെ താമസിക്കുക. അപ്പോൾ വേഗം ചെന്ന് ഈ മേശയും കൊണ്ട് അവിടേക്ക് ചെന്നു. അപ്പോൾ അവിടെ ചെന്ന വഴിക്ക് തന്നെ ആ സത്രത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞ ജോലിക്ക് ചെന്ന് കയറുന്നു. എനിക്ക് ഇന്ന് ഇവിടെ താമസിക്കണമെന്നൊന്നും വിരോധമില്ല, തനിക്ക് താമസിക്കാൻ സൗകര്യം തരാം, പക്ഷേ ഭക്ഷണം ഇവിടെ ഉണ്ടാവില്ല കേട്ടോ ഉള്ള കാര്യം പറഞ്ഞേക്കാം. എന്താ വെച്ചാൽ അടുക്കളയിൽ ഭക്ഷണമൊക്കെ എല്ലാവർക്കും വന്നവരൊക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞു. അടുക്കളയൊക്കെ പാത്രങ്ങളൊക്കെ തേച്ച് വൃത്തിയാക്കി കമത്തി വെച്ച് കഴിഞ്ഞു. ഈ നാളെ ഉള്ളൂ ഇവിടെ പാചകം, അവിടെ ഭക്ഷണം ഉണ്ടാവില്ല, താമസം വേണമെങ്കിൽ വന്നു. അപ്പോൾ അലക്സ് എന്ത് പറഞ്ഞു, വേണ്ട എനിക്ക് ഭക്ഷണം വേണ്ട, ഭക്ഷണമൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയോളാം. ഇവിടെ പാചകമൊന്നും ചെയ്യാൻ പറ്റില്ല, വേണ്ട, ഞാൻ പാചകം ചെയ്യാണ്ട് എൻ്റെ കയ്യിലുള്ള ഈ മേശ ഉണ്ടല്ലോ, ഇതൊരു അത്ഭുത മേശയാണ്, എനിക്ക് കിടക്കാൻ ഒരിടം തന്നാൽ മതി, ഞാൻ എൻ്റെ മേശയോട് പറഞ്ഞ് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചോളാം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സത്രക്കാരനൊരു സൂത്രം തോന്നി, അത്ഭുത മേശയോ, ഭക്ഷണം കിട്ടേണ്ട അത്ഭുത മേശയോ, ഈ കാഴ്ചയൊന്നും കാണണമല്ലോ. വേഗം ഇവൻ വലിയ ബുദ്ധിമാനാന്നൊന്നും തോന്നണില്ല, സൂത്രത്തിൽ എന്താ സംഭവം എന്നൊന്ന് കാണാമല്ലോ. പറഞ്ഞു, ഞാൻ എന്നെയും കൂടി കാണിച്ചു തരുമോ അത്ഭുത മേശയിൽ ഭക്ഷണം വരണത് എന്ന് പറഞ്ഞു. അതിനെന്താ വന്നോളൂ, കാണിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞു. വേഗം ഈ സത്ര ഉടമയും കൂടെ കൂട്ടി. എന്നിട്ട് മുറിയിൽ ചെന്നു. നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള മുറി, കുളിച്ചു, കിടന്നു, മേശയുടെ അടുത്തിരുന്നു. എന്നിട്ട് ഭക്ഷണം വരുമ്പോൾ വരാറാകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പാവം അലക്സ് സത്ര ഉടമയെ വിളിച്ചു. മേശയുമ്പോൾ ഒരു തട്ടി, അത്ഭുത മേശേ തന്നാലും അതിരുചികരമാം ആഹാരം. ഉടൻ തന്നെ ആഹാരമൊക്കെ നിരന്നു. സത്രമുടമ അന്തം വിട്ടു നിന്നു. ഒഴിച്ചോട്ടാ, പറഞ്ഞത് നേരാണല്ലോ, ഇത് അത്ഭുത മേശ തന്നെയാണല്ലോ. ഒന്നും വേണ്ടിയില്ല, വേഗം പോയി മുറിയിൽ നിന്ന്. അലക്സ ആകട്ടെ ഭക്ഷണമൊക്കെ കഴിച്ചു, മേശയൊക്കെ വൃത്തിയാക്കി. കുറച്ചൊരാക്കൾ മാത്രമേ ചോദിച്ചുള്ളൂ, അത്രേ വന്നുള്ളൂ, അതൊക്കെ കഴിച്ചു.
മേശയും വൃത്തിയാക്കി മുറിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങി വാതിലും അടച്ചു. വാതിൽ ചാരിയിട്ടു. സത്രമല്ലേ, ആൾക്കാരൊക്കെ ഉണ്ട്. സത്രമിടം അവിടെ ചെന്നിരുന്ന് ആലോചിച്ചു, ഇന്ന് രാത്രി അതുപോലത്തെ തന്നെ ഒരു മേശ ഉണ്ടാക്കിച്ചു. രാവ് ഈ മേശ അവിടെ ഇങ്ങോട്ട് വച്ചിട്ട് അത്ഭുത മേശ ഇങ്ങോട്ട് എടുക്കാം. അവനൊരു മണ്ടന, അവനൊന്നും അറിയില്ല, അവൻ ഉറങ്ങട്ടെ, കാണിച്ചരാ ഞാൻ പണി. അതുപോലെ തന്നെ ചെയ്തു. അതേപോലെ തന്നെ ഒരു മേശ സംഘടിപ്പിച്ചു. രാത്രിയിൽ അലക്സ് നല്ല ഉറക്കത്തിലായ സമയത്ത് മുറിയിൽ കയറി. സത്ര ഉടമ തൻ്റെ മേശ അങ്ങോട്ട് വെച്ചു, അത്ഭുത മേശ ഇങ്ങോട്ട് എടുത്തു. ഈ മേശ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തനിക്ക് സത്രം നടത്താൻ വല്ല വിഷമമുണ്ടോ? അത്ഭുത മേശയെ ഒരു തട്ടങ്ങ് തട്ടി അത്ഭുത മേശയെ തന്നാലും അതിരുചികരമാം ആഹാരം എന്നൊരു പാട്ടും പാടി കഴിഞ്ഞത് ആഹാരം ദാണ്ട വരണു നിറയെ. തനിക്ക് സത്രം നടത്താൻ വല്ല പാചകക്കാരോ പാത്രങ്ങളോ അടുപ്പോ തീയോ പച്ചക്കറികളോ ഒന്നും വേണ്ട, സുഖമായ ഭക്ഷണവും കൊടുക്കാം, അസലായിട്ട് കാശും മാരാം എന്നും കരുതി. അതുപോലെ തന്നെ സംഭവിച്ചു. അലക്സ് പാവം കാലത്തെ എണീറ്റ് അവിടുന്ന് പോയി, തൻ്റെ മേശയും കൊണ്ടുപോയി. വീട്ടിൽ ചെന്നിട്ട് അത്ഭുതം കാണിക്കാൻ നോക്കുമ്പോൾ അങ്ങോട്ട് പോയി. അതന്നെ സത്ര ഉടമ തൻ്റെ മേശ അലക്സിൽ നിന്ന് തട്ടിയെടുത്ത മേശ ഉപയോഗിച്ച് കൂടുതൽ മെച്ചപ്പെട്ട ഒരു സത്ര ഉടമയായി കച്ചവടം ചെയ്ത് കാശുണ്ടാക്കി. ഈ കഥയിൽ നിന്ന് നമ്മളെന്താ പഠിക്കണം? എല്ലാ രഹസ്യം അങ്ങനെ എല്ലാവരോടും പറയരുത്. അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ മേശയുടെ അത്ഭുത സിദ്ധി അറിഞ്ഞത്. അടിച്ചു മാറ്റി എടുത്ത് കളഞ്ഞില്ലേ സത്ര ഉടമ? പാവം അലക്സ്. ഇതാണ് ഇന്നത്തെ കഥ, അത്ഭുത മേശ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.